നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 813 813. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 813 68 സർഗം ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ളതിൽ 68 സർഗം ഭാഗവത ധർമ്മങ്ങൾ എന്നാണ് സബ്ജക്റ്റ്. അപ്പോൾ 67 സർഗത്തിലെ 15 ശ്ലോകം ഉണ്ടായിരുന്നുള്ളൂ. ആ ഉദ്ധവൻ്റെ കൃതജ്ഞത എന്നുള്ളതിലെ ഈ വണ്ണം ഉദ്ധവൻ അലിഞ്ഞ് ഉര ചെയ്തു കേട്ട് സൃഷ്ട്യാദിലീലകളിൽ മൂർത്തികൾ മൂന്നിയെന്നോൻ സർവേശ്വരൻ കരുണയുള്ളിൽ വഴിഞ്ഞുകൊണ്ട് മന്ദസ്മിതാദ്രമുഖൻ ഓതി മഹാനുഭാവൻ. ആശയം വളരെ ക്ലിയറാണ്. അപ്പോൾ ഇനി നമുക്ക് ഭാഗവത ധർമ്മത്തിലേക്ക് പോവാം. ഭാഗവത ധർമ്മമാണ് അദ്ദേഹം ഇനി പറയാമെന്ന് പറഞ്ഞത്. അതെന്താ? കേട്ടാലും ഇനിയും ചൊല്ലാം ധർമ്മം വിശ്വൈകമംഗളം. കേട്ടാലും ഇനിയും, അതായത് കേൾക്കണ ആൾക്ക് മടിയില്ലെങ്കിലും പറയണ ആൾക്ക് മടിയില്ല എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്കറിയാം, ഞാനൊരു 3500 എപ്പിസോഡോളം പറഞ്ഞിട്ടുണ്ടാവും. ഇത് ആദ്യം മുതൽക്ക് അവസാനം വരെ കേൾക്കണവർ 1-2 ആൾക്കാരേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോവും. അതെങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭാഗവതം സപ്താഹം നടക്കുമ്പോൾ 7 ദിവസം വരുന്ന ആൾക്കാർ വളരെ കമ്മിയാവും. 4-ാം ദിവസം മിക്ക ആൾക്കാരും വരും. കാരണം എന്താ? അത് അവതാര. 5-ാം ദിവസം വരും. എന്താ കാരണം? അത് രുക്മിണി സ്വയംവരാണ്. അവസാനത്തെ ദിവസം മുക്കാൽ ആൾക്കാർ വരില്ല. അത് ദക്ഷിണ കൊടുക്കേണ്ട ദിവസമാണ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഓരോരുത്തർക്ക് താല്പര്യം ഓരോരോ നീഡ് ബേസാണ്. കുട്ടികളില്ലാത്തവർ പറ വയ്ക്കാൻ വേണ്ടി സന്താന ഗോപാലത്തിന് വരും. മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചുറ്റുവട്ടങ്ങൾ. എന്തോ ആവട്ടെ. അപ്പോൾ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഇവിടെ ഭഗവാൻ പറയുന്ന പോലെ എനിക്ക് എന്തോ ജീവിതത്തിൽ എന്തോ ഞാൻ നേടി. ഈ വേദാന്തപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഈശ്വരൻ എന്നെ നിയോഗിച്ചു എന്നുള്ളൊരു ധാരണയാണ് എൻ്റെ. അത്രയേ ഉള്ളൂ. അപ്പോൾ കേട്ടാലും ഇനിയും ചൊല്ലാം ധർമ്മം, ഭാഗവത ധർമ്മം വിശ്വൈകമംഗളം. വിശ്വത്തിന് ഉപകാരമാണ്. വിശ്വത്തിലുള്ളവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. പക്ഷേ ആൾക്കാർ തിരിഞ്ഞു നോക്കില്ല. കാരണം എന്താ? സമയമായില്ല പോലും. അവർക്ക് സമയമായിട്ടില്ല. അതുകൊണ്ടാണ് ശ്രദ്ധയാർന്നിത് അനുഷ്ഠിക്കിൽ നീങ്ങും ഏതേതു മൃത്യുവും. അത് അസന്നിഗ്ധമായിട്ട് പറയാം. ശ്രദ്ധയാർന്ന് ഇത് അനുഷ്ഠിക്കിൽ. കേട്ട പോരാ, അനുഷ്ഠിക്കണം. അതാണ് പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവരണം എന്ന് ഞാൻ എപ്പോഴും നിർബന്ധ ബുദ്ധിയോടുകൂടി പറയാറ്. അപ്പോൾ ശ്രദ്ധയാർന്ന് ഇത് അനുഷ്ഠിക്കിൽ നീങ്ങും ഏതേതു മൃത്യുവും. മരണം നീങ്ങുന്നു പറഞ്ഞാൽ സത്യത്തിൽ മോക്ഷം കിട്ടുന്ന അർത്ഥേ. മരണമില്ലെങ്കിൽ സായുജ്യ സാമീപ്യ സാലോക്യ സാരൂപ്യാദികൾ ആയിത്തീരുന്ന. അപ്പോൾ ശ്രവണാദിയിൽ ഉൾപ്രീതി കലർന്ന എന്നിൽ മനോഗതി അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ഓരോന്നും മെല്ലെ മെല്ലവേ. ഭഗവാൻ പറയാണ്, ശ്രവണാദിയിൽ ഉൾപ്രീതി കലർന്ന് മനസ്സിൽ സന്തോഷം തോന്നണം. ഭഗവാന്റെ ചരിത്രങ്ങൾ, ഭഗവാനാൽ പറയപ്പെട്ട ശ്രേയസ്കരമായ എന്താണെന്നാ പറയുക, ഇക്വേഷൻസ്, ഉപദേശങ്ങൾ, ഭാഗവത ഉപദേശങ്ങൾ കേട്ട് അതിൽ ഉൾപ്രീതി കൊണ്ട് കലർന്ന് എന്നിൽ ഭഗവാനിൽ മനോഗതി അർപ്പിച്ചുകൊണ്ട് മനസ്സിൻ്റെ ഗതിവിധികളെ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ സമർപ്പിക്കുക. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ഓരോന്നും മെല്ലെ മെല്ലവേ
ചെയ്യുവാൻ അഭ്യസിക്കണം. അതാണ് അഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം. ഇതാണ് ഗുരുകുല വിദ്യാഭ്യാസം. ഭാഗവതം, ഉപനിഷത്തുകൾ, ചതുർവേദങ്ങൾ ഒക്കെ പഠിക്കുക. എന്നാൽ എന്താ, ഭയരഹിതനായിട്ട് ജീവിക്കാം. എന്ത് തന്നെ നഷ്ടം വന്നാലും ആനന്ദചിത്തനായിട്ട് ആത്മാരാമത്വത്തോടു കൂടി ജീവിക്കാൻ പറ്റും. ചെയ്യുവാൻ അഭ്യസിക്കണം, ധൃതി കൂട്ടരുതൽപ്പവും. പട്ടയാണ്, ധൃതി കൂട്ടരുത്. സ്ലോ ആൻഡ് സ്റ്റഡി പ്രോഗ്രസ്സേ പാടുള്ളൂ. ചിലവരുണ്ട് ഇതാ പിടിച്ചോ, അങ്ങനല്ല. ധൃതി കൂട്ടരുത് അല്പവും, ഭക്തന്മാരണയും പുണ്യസ്ഥലം ഉത്സാഹപൂർവകം. ഭക്തന്മാരണയും പുണ്യസ്ഥലം ഉത്സാഹപൂർവകം. പോകേണം അവരാൽ തന്നെയാകിലും. പൂകേണം, ഇതിലെത്തണം. അവരാൽ തന്നെയാകിലും നോക്കലാപ്പുറം. നോക്കലാപ്പുറം, പിന്നാക്കം തിരിഞ്ഞ് നോക്കരുതെന്നാണ് പറഞ്ഞത്. എന്താ കാരണം? പിന്നാക്കം തിരിഞ്ഞ് നോക്കിയാൽ കാര്യങ്ങൾ അബദ്ധമായി. അതാണ് കാരണം. ഇപ്പോൾ ഒരു കുന്ന് കയറുക വിചാരിക്കുക, ആവശ്യമില്ലാണ്ട് വന്ന ഭാഗം നോക്കിയാൽ തല തിരിയും ചിലപ്പോൾ. അതാണ്ടാണ് പറഞ്ഞത്. നോക്കാലപ്പുറം പുണ്യചര്യകൾ കണ്ട് ആത്മജീവിതത്തിൽ പകർത്തുവാൻ. പുണ്യചര്യകൾ, ചര്യകൾ എന്ന് പറഞ്ഞാൽ നിവൃത്തി മാർഗം. പുണ്യചര്യകൾ കണ്ട് ആത്മജീവിതത്തിൽ പകർത്തുവാൻ ആവതും പരിശീലിച്ചു കൊള്ളണം. അതാണ് പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത്. ആവതും പരിശീലിച്ചു കൊള്ളണം ഭക്തിപൂർവകം. ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തി ഫോർ ദി സേക്ക് ഓഫ് ഭക്തി. അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ഭക്തിപൂർവകം വെറും ക്ഷുദ്രവിനോദത്തിൽ പെട്ടുപോകായ ഒരിക്കലും. എന്താ എടുത്താൽ പൊങ്ങില്ല ഈ വാചകം. ക്ഷുദ്ര വിനോദത്തിൽ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയും കൊണ്ട് വിനോദിക്കരുത്, മറ്റുള്ളവരെ വ്രണപ്പെടുത്തരുത്. സങ്കല്പത്തിലുകൂടി വെറും ക്ഷുദ്രവിനോദത്തിൽ പെട്ടുപോകായ ഒരിക്കലും. തനിച്ചോ പലരോടൊത്തോ ജന്മാഷ്ടമി തുടർന്നവ കൊണ്ടാടേണം. സാധുസംഘ നൃത്തഗീത മനോഹരം. ഈ സാധുസംഘം എന്ന് പറഞ്ഞാൽ എന്താ? പിച്ചക്കാരായിട്ട് അല്ല, സാത്വിക ഗുണനിധികളായിട്ട്, സത്വവൃത്തികളായിട്ട് സംഘം നൃത്തം ഗീതം മനോഹരം. തന്നിലും സർവഭൂതങ്ങൾക്കകവും പുറവും സമം ആകാശം പോലെ. സംഘത്വം മാർന്നെങ്ങും തിങ്ങും ആവിധം. തന്നിലും എല്ലാ ജീവജാലങ്ങളിലും ആത്മാവും തൻ്റെ ആത്മാവും ഒന്നാണെന്നുള്ള ബോധം ഉണ്ടാവണം. ആരേനും പിച്ചരുത്, നുള്ളരുത്, ആരുടെയും കുതുകാല് വെട്ടരുത്, ആരേനും തള്ളിയിടരുത്. അപ്പോൾ തന്നിലും സർവഭൂതങ്ങൾക്കകവും പുറവും സമം ആകാശം പോൽ. അസംഗത്വം, അസംഗല്ല, അസംഗത്വം, ഒന്നിനോടും ഒട്ടിച്ചേരരുത്. എന്നാലെല്ലാം വേണേനി. ഈ വെള്ളം കോരുന്ന ചകട പണ്ടത്തെ കാലത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കിണർ കുഴിക്കുമ്പോൾ മണ്ണെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചക്രമുണ്ട്, അതിനും ചകട തന്നെയാണ് പറയാം. അതിൽ ശബ്ദം ഉണ്ടാവില്ല എന്ന് മാത്രം. പണ്ടത്തെ തറവാടുകളിൽ വെള്ളം കോരുന്നതിന് 2 മരക്കഷ്ണം ഉരുളുണ്ടാവും. അത് കടകടാണെന്ന് ശബ്ദം ഉണ്ടാക്കും. എന്നാൽ അത് ആണി അടിച്ച് വെച്ചിട്ടില്ല, അത് ലൂസ് ഫിറ്റിങ്ങാണ്. അതേമാതിരി അപ്പം നമ്മുടെ ഉള്ളിൽ ആത്മാവ് എങ്ങനെയായിരിക്കണത്? ആത്മാവ് ഉള്ളിലുള്ളതുകൊണ്ടാണ് കയ്യും കാലമൊക്കെ പ്രവർത്തിക്കുന്നത്, മനസ്സ് പ്രവർത്തിക്കുന്നത്. ആത്മാവ് പോയാലോ ഈ ശരീരം ഒന്നിനും കൊള്ളില്ല, അഴുകി നാശമായി. അപ്പോൾ തന്നിലും സർവഭൂതങ്ങൾക്കകവും പുറവും സമം ആകാശം പോൽ. അസംഗത്വം മാർന്നെങ്ങും തിങ്ങും ആവിധം. എന്നെത്താനേതിലും കാണുക. സർവത്ര പരിപൂർണനായി ചരാചരങ്ങൾ അഖിലം ഞാനായി കണ്ട് ആരെയും അലിവാർന്നെത്രയും പ്രേമപൂർവം പൂജിച്ചു കൊള്ളണം. എന്തപ്പോൾ പറഞ്ഞത്?
എല്ലാവരെയും നമ്മൾ പൂജിക്കണം എന്നാണ് പറഞ്ഞതേ. കാരണം എന്താ, എല്ലാവരിലും ആത്മാവുണ്ട്. മനസ്സുകൊണ്ടാവാം, എല്ലാവരെയും നമസ്കരിക്കാം, മനസ്സുകൊണ്ട് കാലൊന്ന് തൊട്ട് തലയിൽ വയ്ക്കാം. എന്താ നഷ്ടം? അനുഗ്രഹം കിട്ടും. ആരുടെ? അവരവരുടെ ഉള്ളിലുള്ള ചൈതന്യം പറയും യു ഡിഡ് എ ഗുഡ് തിങ്. അതല്ലേ അത് നമുക്ക് ആവശ്യം. തൻ്റെ ഉള്ളിലുള്ള ചൈതന്യം പറയാണ് യു ഡിഡ് എ ഗുഡ് തിങ്. അതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് ആരാ തരാനുള്ളത്? അലിവ. അപ്പോൾ എന്നെ താനേതിലും കാണുക. ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ മൂർത്തിനെ കാണാൻ പറ്റില്ല. നിങ്ങൾ പറയുന്ന കേശാദിപാദം പാദാദികേശമുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ശ്രീരാമൻ ചൈതന്യവത്തായിട്ട് ബ്രഹ്മസ്വരൂപത്തിൽ എല്ലാവരുടെ ഹൃദയപത്മത്തിലുണ്ട്. അതങ്ങോട്ട് മനസ്സിലാക്കി തൊഴുത് പരിചയിച്ചു നോക്കൂ. എനിക്ക് ഭയങ്കര എന്താണെന്നാ പറയുക, എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. ഐ ആം സോ ബ്ലെസ്ഡ്. എനിക്ക് അത്രേ പറയുള്ളൂ. ഐ ആം സോ ബ്ലെസ്ഡ്. കാരണം എന്നെത്താനേതിലും കാണുക സർവത്ര പരിപൂർണനായി ചരാചരങ്ങളകിലം ഞാനായി കണ്ട് ആരെയും അലിവാർന്ന് എത്രയും പ്രേമപൂർവം പൂജിച്ചു കൊള്ളണം. പറഞ്ഞോ. എന്നിട്ടോ ബ്രാഹ്മണൻ പറയൻ വിദ്വാൻ മൂടൻ തരണി തീപ്പൊരി സൗമ്യൻ ക്രൂരൻ തുടർന്നോരിലണുവും ഭേദമെന്നിയേ. ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ കുറിയകനെന്നോ നീണ്ടവനെന്നോ ഒരു വ്യത്യാസം തോന്നരുത്. വ്യത്യാസം തോന്നി അബദ്ധായി. ഉള്ളിലിരിക്കണ ചൈതന്യം നമ്മളെ കുഴി ചാടിക്കും, പിന്നെ പണിഷ് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്. ബ്രാഹ്മണൻ പറയൻ വിദ്വാൻ മൂടൻ തരണി തീപ്പൊരി സൗമ്യൻ ക്രൂരൻ തുടർന്നോരിൽ അണുവും ഭേദമെന്നിയെ ആരാധനം ചെയ്തിടണം. എല്ലാവരെയും ഒരേപോലെ പൂജിക്കണം. എല്ലാവർക്കും ചിലവർക്ക് ക്ലാസ് കഴുകിയ വെള്ളം കൊടുക്കുക, ചിലവർക്ക് ക്ലാസ് കഴുകാണ്ട വെള്ളം കൊടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാർ. ചിലർ വീട്ടിൽ പോയാൽ ചായ തരും, പക്ഷേ ചണ്ടിയിൽ വെള്ളം ഒഴിച്ചാൽ തിളച്ചിട്ടുണ്ടാവില്ല. ഒരു കയ്പ് നിറുണ്ടാവും, കയ്പ് സ്വാദം ഉണ്ടാവും. എന്താ ചെയ്യുക? ഒന്നും അറിഞ്ഞാൽ അവിടെ വയ്ക്കാം. ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ ഒന്നും പറയരുത് അവരോട് കേട്ടോ. ശപിക്കും ചെയ്യരുത്. അതുകൊണ്ടാണ് പറയാ കാരണം. അപ്പോൾ മൂടൻ തരണി തീപ്പൊരി സൗമ്യൻ ക്രൂരൻ തുടർന്നോരിൽ അണുവും ഭേദമെന്നിയെ ആരാധനം ചെയ്തിടേണം. പൂജ്യ വരില്ല ഭഗവൽ ഭാവം മാത്രമാം കാൺമു പണ്ഡിതൻ. എല്ലാവരിലും എന്നെത്താൻ കണ്ടു ശീലിപ്പവൻ ഉടൻ. അസൂയ നിന്നയും അഹന്തയും ഷണ്ടയും മറ്റുപോം. ആത്മാവായി അഖിലം കാണെങ്കിൽ അസൂയാദികളാരോടാം. ആരോടും എതിർത്ത് സംസാരിക്കണ്ട. ചളി കണ്ടാൽ മാറി നടക്കാം. ഇഷ്ടമില്ലാത്തവരെ കണ്ടാൽ ഇഷ്ടമില്ല എന്ന് എന്താ വരാൻ കാരണം? സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മളെ വഴിക്ക് പോവുക, അത്രയേ ഉള്ളൂ. പറഞ്ഞ പ്രശ്നമുണ്ടോ? അപ്പോൾ പറഞ്ഞു അത് എനിക്ക് ആ 7ാമത്തെ ശ്ലോകം മുതൽ തന്നെ ഒന്നുകൂടി വായിക്കാം. എനിക്കത് അതിൻ്റെ ഹാങ് ഓവർ പോണില്ല. തന്നിലും സർവഭൂതങ്ങൾക്കകവും പുറവും സമം ആകാശം പോൽ അസംഗത്വം മാർന്ന് എങ്ങും തിങ്ങും ആവിധം. എന്നെത്താനേതിലും കാണുക സർവത്ര പരിപൂർണനായിട്ട്. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താലും അവശേഷിക്കുന്നത് പൂർണ്ണമാണ്. പൂർണ്ണനായ ചരാചരങ്ങളകിലം ഞാനായി കണ്ട് ആരെയും അലിവാർന്ന് എത്രയും പ്രേമപൂർവം പൂജിച്ചു കൊള്ളണം. എല്ലാവരും പൂജിക്കാം. പിന്നെയോ ബ്രാഹ്മണൻ പറയൻ വിദ്വാൻ മൂടൻ തരണി തീപ്പൊരി സൗമ്യൻ ക്രൂരൻ തുടർന്നോരിൽ അണുവും ഭേദമിന്നിയെ ആരാധനം ചെയ്തിടേണം. വ്യതിക്രമം വരില്ല ഭഗവൽ ഭാവം മാത്രമാം കാൺമു പണ്ഡിതൻ. എല്ലാവരിലും എന്നെത്താൻ കണ്ടു ശീലിപ്പവനുടൻ. അസൂയ നിന്ദയും അഹന്തയും ഷണ്ടയും മറ്റും പോം.
ആത്മാവായി അഖിലം കാണിൽ അസൂയാദികളാരോടാം. അസൂയല്ലെങ്കിൽ പിന്നെന്താ, എല്ലാം മിസ്റ്റർ ക്ലീൻ മിസ് ക്ലീൻ കേട്ടോ. ആ മട്ടിൽ ഞാൻ തെളിഞ്ഞീടിൽ, എവിടെ അവരവരുടെ ഉള്ളിലെ ഈ അസൂയ അങ്ങോട്ട് പോയി കിട്ടിയാൽ ഭഗവാൻ ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ, മിന്നി ഷൈനിങ് ആയി. ആ മട്ടിൽ ഞാൻ തെളിഞ്ഞീടിൽ മാഞ്ഞു പോകും അഹന്തയും. അഹന്ത പോവാൻ എന്താ കാരണം? ഭഗവാൻ മിന്നിത്തിളങ്ങാൻ തുടങ്ങും ഉള്ളിൽ. പുറം യോഗ്യത നോക്കേണ്ട, പൂണോലുണ്ടോ ഇല്ലെന്ന് നോക്കണ്ട. പുറം യോഗ്യത നോക്കേണ്ട, കേവലം മൂർഖനാകിലും, കൊമ്പുള്ളവനാണ് മൂർഖത്വമുള്ളവനാണെങ്കിലും ശരി എന്നർത്ഥം. ഉള്ളിൽ മിന്നുന്ന ചൈതന്യം മാത്രം കണ്ടുടൻ ആരെയും നമസ്കരിച്ചു കൊള്ളേണം. ചിരിക്കും ചിലരെങ്കിലും. ഉള്ളിൽ മിന്നുന്ന ചൈതന്യം മാത്രം കണ്ട് എല്ലാവരെയും മനസ്സുകൊണ്ട് നമസ്കരിക്കാം. ഒരു ശവം എടുത്തുകൊണ്ട് പോകണ കണ്ട ഉടനെ തുഴ. അയാൾ ആ മരിച്ച ആൾ നമുക്ക് പരിചയമുണ്ടാവില്ല, ഭാഗ്യവാനാണ്. എന്താ കാരണം? ഈ മായയിൽ പടണ്ടല്ലോ. അതുകൊണ്ടാണ് പറയാൻ കാരണം. ഏറ്റവും ബഹുമാനിക്കേണ്ടത് ശവത്തിനാണ്, ആ വ്യക്തിത്വത്തിനല്ല. അയാൾ മോശകോടനോ നല്ലവനോ നല്ല നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഉള്ളിൽ മിന്നുന്ന ചൈതന്യം മാത്രം കണ്ടുടൻ ആരെയും നമസ്കരിച്ചു കൊള്ളേണം. കൊള്ളേണം അവിടെ നിൽക്കട്ടെ. ചിരിക്കും ചിലരെങ്കിലും ലക്ഷ്യത്തിൽ നിന്നു പതറിയിടായക. ചിരിക്കും ചിലരെങ്കിലും നമ്മളെ പിന്നുന്ന് കുത്തണ ആൾക്കാരുണ്ടാവും. അപ്പോൾ ലക്ഷ്യത്തിൽ നിന്നു പതറിയിടായക. ഇപ്പോൾ എൻ്റെയൊക്കെ സ്ഥിതി എന്താ? ഞാൻ എൻ്റെ കുടുംബ ഗൃഹത്തിൽ തറവാട്ടിൽ സപ്താഹം നടത്തിയിരുന്നു. പിന്നെ എന്താ പറയുക, 2019 എൻ്റെ ഒരു വല്യമ്മയുടെ മകൻ മരിച്ചു. ഞാൻ പറഞ്ഞു ആചാര്യവരണം കഴിഞ്ഞ അവസ്ഥയ്ക്ക് ഇന്നിപ്പോൾ 4-ാം ദിവസം 5-ാം ദിവസമായിട്ടായി, ഇനി ഞാൻ ഇറങ്ങില്ല ഇവിടുന്ന്. ഇത് എന്താണെന്നാ പറയുക, സമർപ്പിച്ചതിൻ്റെ ശേഷമേ എനിക്ക് അടിയന്തരം പുല ഉള്ളൂ. അതുവരെ ഇപ്പോൾ പുലയിൽ എനിക്ക് പൊലയില്ല. കാരണം എന്താ, വ്യാസപീഠത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്നെ നിങ്ങൾ പിടിച്ചിരുത്തിയതാ, ഇത് നടത്തി തരണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ആചാര്യനാക്കി കാല് കഴിച്ച് എന്താണെന്നാ പറയുക, വസ്ത്രദാനം ഒക്കെ തന്നിട്ട് അല്ലേ. അപ്പോൾ ലൗകിക ചിന്ത ഇല്ല എനിക്ക് ദുഃഖമില്ല. അതിനെ ആ ആത്മാവിന് ഞാൻ സ്വസ്തി പ്രജാഭ്യാം പരിപാലയ എന്താ പറയണ മാതിരി നന്മ ഉണ്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞോളൂ. അതിൽ എല്ലാവരും എനിക്ക് എതിരായി. അതുകൊണ്ട് ഇപ്പോൾ എന്തായി, ഈ 11-ാം തീയതി മുതൽക്ക് അവർക്ക് അവിടെ ഒരു സപ്താഹം കാണുന്നുണ്ടായിരുന്നു. ആരേനൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു. ഭഗവതി വിടുമോ? കാരണം ഞാൻ എന്നോട് ചോദിച്ചത് തന്നെ കുറ്റം കൊണ്ട് കൂലി തീർക്കണ കൂട്ടത്തിലാണ് ഉണ്ടായത്. ഞാൻ ഇല്ല പറഞ്ഞു. കാരണം ഇനി ആരെങ്കിലും മരിച്ചാൽ ഇവർ തന്നെയല്ലേ ചെയ്യുക, മരിക്കാണ്ടിരിക്കില്ലല്ലോ ആരും. എല്ലാവരും സീനിയർ സിറ്റിസൺസാണ്, 10, 80, 90 ആയിട്ടുള്ള ആളാണ്. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് സപ്താഹം തുടങ്ങാൻ പറ്റിയില്ല, ഡ്യൂ ടു അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ്. ഇതാണ് എൻ്റെ അനുഭവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്തായി, ഉള്ളിൽ മിന്നുന്ന ചൈതന്യം മാത്രം കണ്ടുടൻ ആരെയും നമസ്കരിച്ചു കൊള്ളേണം. പിന്നെയോ, ചിരിക്കും ചിലരെങ്കിലും ലക്ഷ്യത്തിൽ നിന്നു പതറിയിടായക. നമ്മുടെ ലക്ഷ്യം എന്താ? ഈശ്വരീയത സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈശ്വരീയത സ്പ്രെഡ് ചെയ്യുക, എല്ലാവർക്കും എത്തിക്കുക. വേണ്ടവരെടുത്തോട്ടെ, വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ അതെ, പതറിയിടായക, ലജ്ജിച്ചിടായക. അതിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ചിലർ ചോദിക്കും, 4.5 കൊല്ലമായി 10 പൈസ വരുമാനം ആയിട്ടില്ല, തനിക്ക് മുണ്ടാണ്ടിരുന്നൂടെ? എനിക്ക് വരുമാനം വേണ്ട. ഈശ്വരൻ എനിക്ക് 56 റുപ്യ എന്താ പറയുക പെൻഷൻ തരുന്നുണ്ട്. മക്കൾ 2 നന്നായിട്ടുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യും. ഇതിന്ന് 10 റുപ്യ കിട്ടിയിട്ട് വേണ്ട. കാര്യം കഴിഞ്ഞില്ലേ? അതുകൊണ്ടാണ് പറയാൻ കാരണം,
എനിക്കൊന്നും ഹൈഡ് ചെയ്യാനില്ല. ഞാൻ പരതന്ത്രനല്ല. കാരണം എന്താ, ഞാൻ ആരുടെ ഒപ്പാ? ഭഗവാന്റെ കൂടെ. ഭഗവാനാണ് എന്നെ കൊണ്ടു നടത്തുന്നത്. പിന്നെന്താ എനിക്ക് വേണ്ടത്? അതുകൊണ്ടാണ് ലജ്ജിച്ചീടായക അതിൽ ശരീരദൃഷ്ടി വെച്ച് ഈ ഞാൻ മോളിലാം ചോട്ടിൽ മറ്റവൻ. അതുമില്ല. ഞാൻ ചിലവർ എന്താ പറയുക, ഗുരുവായൂരപ്പ ഭക്തദാസൻ. ഞാൻ അങ്ങനെയല്ല, ഭാഗവത ഭക്തദാസനാണ്. ഭാഗവതത്തിൻ്റെ ഭക്തന്മാരുടെ ദാസനാണ് ഞാൻ. പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊന്നും നഷ്ടം വരാനില്ല. അപ്പോൾ ശരീരദൃഷ്ടി വെച്ച് ഈ ഞാൻ മോളിലാം ചോട്ടിൽ മറ്റവൻ ഈ വണ്ണം ദ്വൈതഭാവത്തിനിടമേകായക. ഒരിക്കലും ഭേദഭാവന വേണ്ട. സർവത്ര ഭഗവത് ഭാവം ദൃഢമായി തീരുവോളവും. സർവത്ര ഭഗവത് ഭാവം ദൃഢമായി തീരുവോളവും. പിന്നെ പേടിക്കല്ല, പിന്നെ ഒന്നും ഏശില്ല. ഉപാസിക്കണം ഈ വണ്ണം വാഗ്മനോ ദേഹവൃത്തിയാൽ. വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും ഭഗവാനെ ഉപാസിക്കുക. ഉപാസിക്കണം ഈ വണ്ണം വാഗ്മനോ ദേഹവൃത്തിയാൽ. ആ മട്ടിൽ അഖിലം ഞാനായി ഓർക്കും ആ മഹിതാശയൻ. എല്ലാം ഈശ്വരനാണ് എന്നുള്ള ഒരു വിചാരം വന്നാൽ അയാൾ രക്ഷപ്പെട്ടു. ഞാനത്രേ പറയുള്ളൂ. ആ മട്ടിൽ അഖിലം ഞാനായി ഓർക്കും ആ മഹിതാശയൻ. സർവേശ്വരൻ്റെ ചൈതന്യം ഏതിലും കണ്ടുവാഴ്ത്തിടും. എല്ലാറ്റിലും, തൂണിലും തുറുമ്പിലും, അമേദ്യത്തിലെ കൃമിയിലും ബ്രഹ്മാവിലും, ഇനി എന്താ വേണ്ടത്, സർവചരാചരങ്ങളിലും സർവേശ്വരൻ്റെ ചൈതന്യം ഏതിലും കണ്ടുവാത്തിടും. കാറ്റത്താടും ചെടികളെപ്പോലും കൈകൂപ്പി നിന്നിടും. ആടാൻ പറ്റുന്നുണ്ടല്ലോ. ആടാണ്ട് നിൽക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? ചെടികളാടുമ്പോൾ നമോ നാരായണ. എന്താ കുഴപ്പം? ആൾക്കാർ ഭ്രാന്തനാന്ന് പറയും. ആയിക്കോട്ടെ, അവരവർക്ക് ഭ്രാന്തില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലോ. പിന്നെന്താ, ആരേനെ ബോധിപ്പിക്കേണ്ടത്? ഹൃദയ കമ്മലത്തിലുള്ള ആൾ പറഞ്ഞു നമുക്ക് ഭ്രാന്തില്ല, യു ആർ സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? അപ്പോൾ പറഞ്ഞു, കാറ്റത്താടും ചെടികളെ പോലും കൈകൂപ്പി നിന്നിടും ഈ വണ്ണം ആ മഹാഭക്തോത്തമൻ അധ്യാത്മവിദ്യയാൽ. എന്ത് വിദ്യ? അധ്യാത്മവിദ്യയാൽ ഭഗവന്മയനായി തന്നെ വിളങ്ങിയിടും അസംശയം. ഒരു സംശയമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി സ്മരിച്ചുകൊണ്ട് നാളെ കാണാം.